PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSI സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത്. 60 മാർക്കിലാണ് ഈ മോക്ക് ടെസ്റ്റ് വരുന്നത് കേട്ടോ. 60 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ കട്ട് ഓഫ് വെച്ചേക്കുന്നത് 45 മാർക്കാണ് കേട്ടോ. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാലും കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്ന് വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ HSI സോഷ്യൽ സയൻസിന് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, നമ്മുടെ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, അതുപോലെ സൈക്കോളജി, പെഡഗോഗി, റിനൈസൻസ്, GK, ഫ്രീഡം മൂവ്മെന്റ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചോദ്യം ഉത്തരമായിട്ട് ഇനിയുള്ള ദിവസം കൊണ്ട് ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ ഈ സ്റ്റഡി മെറ്റീരിയൽസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മളിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ HSI സോഷ്യൽ സയൻസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ മോഡൽ എക്സാംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ പോർഷൻസ് ആണ് വീക്ക് ആയിട്ടുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും ഈ ഒരു മോഡൽ എക്സാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ HSI സോഷ്യൽ സയൻസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഇത് കണ്ടോ, നമ്മൾ ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തേക്കാണ്. ഇത് SCRTയുടെ ന്യൂ സെറ്റ് ആണ്. അതുപോലെ നമ്മളെല്ലാം ഇത് HSI പാർട്ട് എയുടെ എല്ലാ സബ്ജക്റ്റുകളും, അതായത് നമ്മുടെ സൈക്കോളജി, പെഡഗോഗി, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്, GK, ഫ്രീഡം മൂവ്മെന്റ് വെച്ച് ചെയ്തെടുത്തേക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ. അതുപോലെ HSI ജോഗ്രഫി, HSI പൊളിറ്റിക്കൽ സയൻസ്, HSI എക്കണോമിക്സ്, HSI ഹിസ്റ്ററി, ഇതുപോലെ കറണ്ട് അഫയേഴ്സ്, SCRT 5 to 10 ക്ലാസ് സോഷ്യൽ സയൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കി പോകാം. ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ, അപ്പൊ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തു വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപഭോക്തൃ വ്യാപാരത്തിന്റെ ഓർഡിനൽ സമീപനവും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 47 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി അടയാളപ്പെടുത്തിയവർ ടിക്ക് ചെയ്തോളൂ. ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു എന്നതാണ് കേട്ടോ. ഇന്ത്യയുടെ GDP-യിൽ 2020-21 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ഏതാണ്? 2021 GDP-യിൽ ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കാണിച്ച മേഖല ഏതാണ്? 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സേവന മേഖലയാണ്. അവയിൽ മാനവിക മൂലധന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചിന്തകൻ ആരാണ്? 50 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. ലക്ഷ്യം വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അടയാളപ്പെടുത്തിയോ? ഏത് വരും നോക്കിക്കേ. 51 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാ? ഓപ്ഷൻ ഡി അടയാളപ്പെടുത്തി ടിക്ക് ചെയ്തോളൂ, കേരളം. 2021 വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. 2021 വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 54 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? ഓപ്ഷൻ ഡി 140. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കേരളം. UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. UNDP-യുടെ 2020 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 56 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? ഏതാ? 131. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക്. 2020 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്രയാണ്? 57 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ പെടാത്ത നിരക്ക് എത്ര? ഇന്ത്യയിലെ ചരക്ക് സേവന നികുതിയുടെ നിശ്ചയിച്ച സ്ലാബിൽ പെടാത്ത നിരക്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 58 റൈറ്റ് ആൻസർ ഏത് വരും? 10%. 2021 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ ശതമാനം എത്ര? 2011 സെൻസസ് അനുസരിച്ച് കേരള ജനസംഖ്യയിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആകെ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 59 റൈറ്റ് ആൻസർ. ചോദ്യം PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ.
ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിന്റെ ഘടകങ്ങൾ ഏവ? PQLIയുടെ ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് PQLIയുടെ ഘടകങ്ങളായിട്ട് വരിക? ഏതാണ് ഇവിടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി അടയാളപ്പെടുത്തി ടിക്ക് ചെയ്തോളൂ. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, സാക്ഷരത. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്ന്? സിവിൽ നിയമലംഘനം എന്ന ആശയം ഗാന്ധിജി കടമെടുത്തത് ആരിൽ നിന്ന്? 61 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി തോറോ ആണ് കേട്ടോ. വ്യക്തിയെ സമൂഹ നിയന്ത്രണങ്ങളിൽ നിന്നും വിമുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്ന ആരുടെ ആശയമാണ്? വ്യക്തിയെ സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തനാക്കുകയും പ്രകൃതി നിയമങ്ങളിലേക്ക് വിടുകയും ചെയ്യുക എന്നത് ആരുടെ ആശയമാണ്? 62 റൈറ്റ് ആൻസർ ഏത് വരും? റൂസോയാണ്. ആന്റോണിയോ ലാംഷിയുടെ എന്താണ് ഹെജിമണി എന്ന ആശയത്തിന്റെ അർത്ഥം എന്താണ്? 63 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? ഓപ്ഷൻ സി ആശയങ്ങളുടെ നിശബ്ദമായ പ്രചരണം വഴി പൊതുബോധം രൂപീകരിക്കുക എന്നതാണ്. 1951 പ്രവർത്തനം അവസാനിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസി 1951 പ്രവർത്തനം ആരംഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യൽ ഏജൻസി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. 64 റൈറ്റ് ആൻസർ ഏത് വരും? PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 64ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ നടത്തിപ്പിനും മേൽനോട്ടം വഹിക്കുന്നതും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് നടത്തിപ്പ് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? 65 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽ പെടാത്തത് ഏത്? ഒരു വിദേശകാര്യ പ്രതിനിധിയുടെ അടിസ്ഥാന കടമയിൽ പെടാത്തത് ഏത്? 66 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുക. രാഷ്ട്രീയവും സാംസ്കാരികവുമായ അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ പറയുന്ന ശരിയായ പ്രസ്താവന? 67 റൈറ്റ് ആൻസർ ഏത് വരും? മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരിയാണോ? ശരിയാണ്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. ഒരു ഗവൺമെന്റ് ഘടനയുമായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. 1961 മുതൽ പ്രവർത്തിക്കുന്നു. ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. സുപ്രീം കോടതിയുടെ അധികാര പരിധിക്ക് ഉദാഹരണം ഏത്? സുപ്രീം കോടതിയുടെ അധികാര പരിധിക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? 68 റൈറ്റ് ആൻസർ ആയിട്ട് ഏത് വരും? ചോദ്യവും PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 6 മുതൽ 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും സൗജന്യം വിദ്യാഭ്യാസമുള്ള അവകാശം ഏത് മൗലിക അവകാശത്തിന്റെ പരിധിയിൽ പെടുന്നു? അപ്പോ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യ വിദ്യാഭ്യാസം ഏതിന്റെ പരിധിയിലാണ് പെടുന്നത്? 69 റൈറ്റ് ആൻസർ ഏത് വരും? നമുക്കറിയാം അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് 70 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? വിദ്യാഭ്യാസമാണ്. താഴെ പറയുന്നവയിൽ ഫെഡറൽ ഭരണ സംവിധാനം ഇല്ലാത്ത രാജ്യം. താഴെ പറയുന്നവയിൽ ഫെഡറൽ സംവിധാനം ഇല്ലാത്ത രാജ്യം ഏതാ? ഏത് വരും? ഓപ്ഷൻ ഡി അടയാളപ്പെടുത്തി ടിക്ക് ചെയ്തോളൂ. ശ്രീലങ്ക. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ദേശീയ പാർട്ടി സ്ഥാനം നേടിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ്? 72 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സമ്മർദ്ദ ഗ്രൂപ്പുകൾ പ്രഷർ ഗ്രൂപ്പ്സിന്റെ പ്രത്യേകതകൾ ഏതെല്ലാം? പ്രഷർ ഗ്രൂപ്പിന്റെ പ്രത്യേകത കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? 73. നോക്കിക്കേ. രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. നേരിട്ട് അധികാരത്തിനായി പ്രവർത്തിക്കുന്നില്ല. ശരിയാണ്. തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നു. തെറ്റാണ്. പ്രാദേശിക സമുദായ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സംസ്ഥാനങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും OBC പട്ടിക തയ്യാറാക്കി അധികാരം പുനഃസ്ഥാപിക്കും ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം പുനഃസ്ഥാപിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74 റൈറ്റ് ആൻസർ ഏത് വരും? ഏതവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അടയാളപ്പെടുത്തിയോ? 105 ആണ് കേട്ടോ. ദെൻ ജനകീയ പരമാധികാരം എന്ന ആശയവും ബന്ധമുള്ള ചിന്തകൻ ആര്? ജനകീയ പരമാധികാരം എന്ന ആശയവും ബന്ധമുള്ള ചിന്തകൻ ആര്? ആരാണ്? 75 അടയാളപ്പെടുത്തിയോ? ഇവിടെ ഏത് ലാസ്റ്റ് റൈറ്റ് ആൻസർ ഏത് വരും? ജോൺ ലോക്ക് ആണ്. ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തെല്ലാം? ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? ഗവൺമെന്റ് തീരുമാനങ്ങൾ നിയമപരമായി ഉറപ്പുവരുത്തുക. ശരിയാണ്. ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരിയാണ്. നിയമനിർമ്മാണ സഭയുടെ അധികാരം പരിമിതപ്പെടുത്തുക. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിളിലാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ജീവിക്കാനുള്ള അവകാശം എന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ ആണ്? 77 റൈറ്റ് ആൻസർ ഏത് വരും? അടയാളപ്പെടുത്തിയോ? ഓപ്ഷൻ സി അടയാളപ്പെടുത്തി ടിക്കിട്ടോളൂ. ആർട്ടിക്കിൾ 3. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു പ്രകടിത രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ജനഹിത പരിശോധനയാണ്. ജനഹിത പരിശോധന.
കേരളത്തിലെ സംവരണ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം, കേരളത്തിലെ സംവരണ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSS സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാ? അടയാളപ്പെടുത്തിയോ? ഏത് വരും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി അടയാളപ്പെടുത്തി ടിക്കിട്ടോളൂ. 1951 മുതൽ 52 വരെ. ഇന്ത്യയുടെ മാനവക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ച് സമയം എത്രയാണ്? ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിയാണെങ്കിൽ ഗ്രീനിച്ച് സമയം എത്രയാണ്? ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ച് സമയം എത്രയാണ്? എത്ര വരും? ഉച്ചയ്ക്ക് 12:30 അല്ലെ? ഉച്ചയ്ക്ക് 12:30. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്കാണെങ്കിൽ ഗ്രീനിച്ച് സമയം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ 6 മണി മൈനസ് 5.5 മണിക്കൂർ കുറയ്ക്കണം. 6 മണിയിൽ നിന്ന് എന്ത് ചെയ്യണം? 6 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് 12:30 എന്ന് പറയുന്ന സമയം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു വൈകുന്നേരം സമയം 7 മണിയാണ്. 7 മണിക്ക് ഗ്രീനിച്ച് സമയം എത്രാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 7 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് ഉത്തരം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇനി നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്. അതായത് നേരെ തിരിച്ചാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. ഗ്രീനിച്ച് സമയം ഇത്ര മണിക്കൂറാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഗ്രീനിച്ചിലെ സമയം 12 മണിയാണ്. ഓക്കെ, ഗ്രീനിച്ച് സമയം 12 മണിയാണ്. 12 എന്താണ്? PM ആണ് എന്ന് ഉദ്ദേശിക്കുക. 12 PM ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മാനക സമയം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12 മണിയുടെ കൂടെ പ്ലസ് 5.5 മണിക്കൂർ കൂട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5.5 മണിക്കൂർ കൂട്ടിക്കഴിയുമ്പോ എന്ത് കിട്ടും? 5.5 മണിക്കൂർ അല്ലെ? അപ്പൊ ഇവിടെ 5.5 മണിക്കൂർ കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സമയം 5.5 എന്ത് വരും? 5.5 PM എന്ന് വരും അല്ലെ? ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇന്ത്യയുടെ മാനക സമയം തന്നിട്ട് ഗ്രീനിച്ച് സമയം ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന മാനക സമയത്തിന്റെ കൂടെ 5.5 മണിക്കൂർ കുറയ്ക്കണം. എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഗ്രീനിച്ച് സമയം കണ്ടുപിടിക്കാനായിട്ട്. ഗ്രീനിച്ച് സമയമാണ് തന്നിട്ട് ഇന്ത്യൻ മാനക സമയം ചോദിക്കുവാണെങ്കിൽ ഗ്രീനിച്ച് സമയത്തിന്റെ കൂടെ 5.5 മണിക്കൂർ ഇന്ത്യയുടെ മാനക സമയം കണ്ടുപിടിക്കാനായിട്ട് കൂട്ടണം. അപ്പൊ അത് അങ്ങോട്ടും മാറിപ്പോകാതെ ഓർത്തിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, എപ്പോഴും ചോദിക്കുന്നതാണ്. 2019 സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ ആണ് 1000-ൽ കൂടുതൽ ഒരു സംസ്ഥാനം ഏതാണത്? ഇവിടെ റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ 82. ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ആണ് കേട്ടോ. പശ്ചിമ ബംഗാൾ. അപ്പൊ ചിലർക്ക് ഇത് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ മാനക സമയം വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ കൺഫ്യൂഷൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചോദ്യം വരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് കൂട്ടുമായിരുന്നോ കുറയ്ക്കുമായിരുന്നോ, അത് കുറയ്ക്കുമായിരുന്നോ കൂട്ടായിരുന്നു, ഏത് വരുമ്പോഴായിരുന്നു കുറയ്ക്കേണ്ടത്, ഏത് വരുമ്പോഴായിരുന്നു കൂട്ടേണ്ടതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതിന് ഞാൻ കോഡ് പറഞ്ഞുതരാം. ഇതാണ് ആ കോഡ്. ഇന്ത്യയിൽ ഗ്രീൻ ആപ്പിളിന്റെ വില കുറഞ്ഞു. ഞാൻ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഗ്രീൻ ആപ്പിളിന്റെ വില കുറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ മാനക സമയം തന്നിട്ട് ഇന്ത്യയിൽ ഗ്രീൻ ആപ്പിളിന്റെ വില ഇന്ത്യയുടെ മാനക സമയമാണ്. അപ്പോ ഇന്ത്യ എന്നുള്ള വാക്കാണല്ലോ ആദ്യം. പിന്നെ എന്താണ്? ഗ്രീൻ ആപ്പിളിന്റെ, ഗ്രീനിച്ച് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കാ. വില കുറഞ്ഞു, കുറയുക, കുറയ്ക്കുക. അപ്പൊ ഇന്ത്യയിലെ മാനക സമയം തന്നിട്ട് ഗ്രീൻവിച്ച് സമയം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇന്ത്യയിൽ ഗ്രീൻ ആപ്പിളിന്റെ വില കുറഞ്ഞ കുളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം 83. റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ സി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത്? അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത്? റാബി വിള കടുകാണ് റാബി വിളയായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റാബി, സൈദ്, ഖാരിഫ് ഇതെന്താണ്? കാർഷിക കാലങ്ങളാണ് അല്ലെ? ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ. അപ്പൊ ഈ കാർഷിക കാലങ്ങൾ നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കണം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഖാരിഫ് വിളകൾ ഏതാ, റാബി വിളകൾ ഏതാ, സൈദ് വിളകൾ ഏതാണ്? അപ്പൊ അങ്ങനെ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ഈ കോഡ് പഠിക്കുവാണെങ്കിൽ പിന്നെ ഒരിക്കലും ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു കഥ ഓർത്തിരിക്കുക. കഥ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയാലും നാളെ പരീക്ഷ ഹാളിൽ കയറിയിരിക്കുമ്പോ ഈ കഥയായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ചിലപ്പോൾ വരിക. അതായത് ഖാരിഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. അവൻ വീട്ടിലേക്ക് നമ്മളെ ഒരു ഊണ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ആണല്ലോ ഖാരിഫ്. അപ്പൊ ഖാരിഫ് വിളിച്ചതാണല്ലോ, അപ്പൊ നമ്മൾ അവിടെ വരെ ഒന്ന് ചെല്ലണ്ടേ? അപ്പൊ ഞങ്ങൾ അവന്റെ വീട്ടില് ചെല്ലുന്നു. അപ്പോ ഖാരിഫ് നമ്മുടെ ഫ്രണ്ട് ആണ്. അവന്റെ വീട്ടിൽ ഊണ് കഴിക്കാനായിട്ട് ഖാരിഫ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പൊ ഖാരിഫ്
എന്ത് ചെയ്യുന്നു, നമ്മൾ വന്നു കഴിയും. എന്തിനാ നമ്മളെ വിളിച്ചേക്കണേ? അവൻ ചോറ് തിന്നാനാണ് അല്ലെ. ചോറ് ചോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നേ? നെല്ല് വേവിച്ചിട്ടാണ്, അല്ലെങ്കിൽ നെല്ലിൽ നിന്നാണ് ചോറാകുന്നത്. അപ്പൊ ചോറ് തിന്നാൻ, ചോറ്. ഓക്കെ, അപ്പൊ ചോറ് എന്നുള്ള വാക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ചോറ് എന്താണ്? നെല്ലാണ്. അപ്പൊ നെല്ല് തിന്നാനാണ് വിളിച്ചിരിക്കുന്നത്. ചോറ് തിന്നാനാണ് വിളിച്ചത്. തിന്നാൻ, തിനവിളകൾ. ഓക്കെ, അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ വാ നിങ്ങൾ വന്നോ, വന്ന് കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അവൻ നമുക്കൊരു വീട്ടിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുമ്പോ എന്താ കൊടുക്കുക? ആർക്കൊരു വെള്ളം കുടിക്കാൻ കൊടുക്കും അല്ലെ. അപ്പൊ കരിമ്പിൻ ജ്യൂസ് കൊണ്ടുവന്ന് ഗാരിഫ് നമുക്ക് തന്നു. അപ്പൊ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അപ്പൊ കരിമ്പ്. ഓക്കെ, നിങ്ങൾ ഇനി കഥ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ നമ്മൾ അവന്റെ ഗാരിഫിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് എന്താണ് ജ്യൂസ് തരുന്നു. അപ്പൊ നമ്മൾ എന്ത് ജ്യൂസ് കുടിക്കുന്നു? കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നു. അപ്പൊ പിന്നെ ചോറുണ്ണാനാണല്ലോ ചെന്നേ. അപ്പൊ വാ നമുക്ക് ചോറ് കഴിക്കാന്ന് പറഞ്ഞ് നിലത്ത് ഒരു ചണച്ചാക്ക് എടുത്ത് പിടിക്കുന്നു. അപ്പൊ നിലത്ത് എന്ത് ചെയ്യുന്നു? ഒരു ചണച്ചാക്ക്. നിലത്ത് നിലക്കടല, ചണച്ചാക്ക് ചണം. എന്നിട്ട് ചണച്ചാക്ക് വിരിക്കുന്നു. നമ്മൾ അവിടെ ഇരിക്കുന്നു. ചോറിന്റെ കൂടെ പരിപ്പ് കറി തരുന്നു. പരിപ്പ് കറി പരുത്തി എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. പരിപ്പ് കറി പരുത്തി. അപ്പോ ചോറ്, ചോറ് എന്ന് വെക്കുമ്പോ നമ്മൾ എന്ത് കണക്ട് ചെയ്യണം? ചോളം. ഓക്കെ, ചോറ് തിന്നാനാണ് ചെന്നേ. ചോറ്, ചോളം. തിന്നാൻ, തിനവിളകൾ. ഓക്കെ, ചോറ് എങ്ങനെയാ ഉണ്ടാകുന്നേ? നെല്ലിൽ നിന്നാ ഉണ്ടാകുന്നേ. അപ്പൊ നെല്ല്. അപ്പൊ ഒരു ചണച്ചാക്ക് നിലത്ത് വിരിക്കും. നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചണച്ചാക്ക്. ചണച്ചാക്ക് ചണം. നിലത്ത് വിരിച്ചു. നിലക്കടല. നമുക്ക് ചെന്നിരുന്നപ്പോ തന്നെ എന്ത് തന്നു? കരിമ്പിൻ ജ്യൂസ് തന്നു. കരിമ്പ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തു. ചോറിന്റെ കൂടെ എന്താ കറി? എന്താ? പരിപ്പ് കറിയാണ്. പരുത്തി. ഓക്കെ, കണക്ട് ചെയ്തു. അപ്പൊ ഇത്രയും കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ബാക്കി എങ്ങനെ നമ്മൾ ഓർത്തിരിക്കും? ഈ പറയുന്ന ഈ സ്റ്റോറിയിലോ ഈ പഴങ്ങളും പച്ചക്കറികളും സൈദാണെന്ന് ഓർത്തിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും എന്താണ്? സൈദാണ്. പിന്നെ ഈ സ്റ്റോറിയിൽ ഇല്ലാത്ത, അതായത് ഗാരിഫിന്റെ സ്റ്റോറിയിൽ ഇല്ലാത്ത ഈ പറഞ്ഞ ഐറ്റംസിൽ ബാക്കിയെല്ലാം, അതായത് നിങ്ങൾ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവ റാബി വിള ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റോറിയിൽ എന്തൊക്കെയുണ്ട്? ചണച്ചാക്ക് വിരിച്ചു നിലത്ത്. അപ്പൊ ചണമുണ്ട്. നിലത്താണ് വിരിച്ചത്. അപ്പൊ നിലക്കടലയുണ്ട്. അപ്പൊ ചോറുണ്ണാനാണ് നമ്മൾ എങ്ങോട്ട് വിളിച്ചത്? ഗാരിഫിന്റെ വീട്ടിലേക്ക് വിളിച്ചത്. അപ്പൊ എന്താണ്? ചോളവും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഇതൊന്നുമില്ലാത്ത ഐറ്റം എന്താണ്? കടുകാണ്. പഴങ്ങളും പച്ചക്കറികളും എന്താന്ന് നമുക്കറിയാം? സൈദാണെന്ന് അറിയാം. അപ്പൊ കടുക് എവിടെയേ വരുള്ളൂ? റാബിയിലെ വരുള്ളൂ. അപ്പൊ ഒന്നോടെ ഞാൻ ഈ സ്റ്റോറി പറയാം. നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, എന്നാലാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തമാശയായിട്ട് തോന്നിയാലും എക്സാം ഹാളിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ സ്റ്റോറി ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ആ സ്റ്റോറി? നോക്കിക്കേ, ഗാരിഫ് നമ്മുടെ ഫ്രണ്ടാണ്. അവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് ചോറ് തിന്നാനായിട്ട് വിളിക്കുന്നു. ചോറ് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? നെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നെല്ല് കണക്ട് ചെയ്തോളൂ. അപ്പൊ നമ്മളവിടെ ചെല്ലുന്നു. ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് തന്ന് അവൻ നമ്മളെ സ്വീകരിക്കുന്നു. കരിമ്പിൻ ജ്യൂസ് നമ്മൾ കുടിക്കുന്നു. ശേഷം വാ നമുക്ക് ചോറുണ്ണാം. ചോറുണ്ണാനാണല്ലോ വിളിച്ചേക്കുന്നത്. അപ്പൊ ചോറ്, ചോറ് എന്ന് പറയുമ്പോ എന്താ? ചോളം. തിന്നാൻ, തിനവിളകൾ. ചോറ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നേ? നെല്ലിൽ നിന്നാണ് ചോറ് വരുന്നത്. അപ്പോ നെല്ല്. ഇനി ഒരു ചണച്ചാക്ക് നിലത്ത് വിരിക്കുന്നു. ചണം, ചണച്ചാക്ക് ചണം. നിലത്ത് വിരിക്കുന്നു. നിലക്കടല. ഓക്കെ, ചോറിന്റെ കൂടെ എന്താ നമ്മൾ കഴിച്ചേ? പരിപ്പ് കറിയാണ് കഴിച്ചേ. പരുത്തി. കണക്ട് ആയില്ലേ? ഇതിനകത്ത് അപ്പൊ നമ്മൾ എന്ത് ഓർക്കണം? സൈദ് എന്ന് പറഞ്ഞാൽ പഴങ്ങളും പച്ചക്കറികളാണെന്ന് ഓർത്തോളണം. ഈ പറയുന്ന സ്റ്റോറിയിൽ ഇല്ലാത്ത ബാക്കിയെല്ലാം എവിടെ വരും? റാബിയിലും വരും. പഴങ്ങളും പച്ചക്കറികളാണെങ്കിൽ സൈദിലും വരും എന്ന് കണക്ട് ചെയ്തോളണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. 86. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടി ഒന്ന് കമന്റ് ചെയ്ത് കൂടി ചെയ്തു തരാം കേട്ടോ. 86 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി, ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ ആണ് കേട്ടോ. ഇനി 87 ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇനി 88, ഒരു ജൈവിക അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഒരു ജൈവിക അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത്. 88 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഡയോമൈറ്റ് ആണ്. തിരമാലയുടെ രൂപത്തിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ നിക്ഷേപം ഏതാണ്? 89 റൈറ്റ് ആൻസർ ആയിട്ട് വരിക റിപ്പിൾസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏത്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? അടയാളപ്പെടുത്തിയോ? പകലിന്റെ ദൈർഘ്യമാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹം. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം കുറോഷിയോ പ്രവാഹമാണ്. നെക്സ്റ്റ്, ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് കൈമാറ്റം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ഏതാണ്? 92 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ എ, കാർത്തിജിന പ്രോട്ടോകോൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഫ്രഞ്ച് താഴ്വര ഏത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. മൗണ്ട് മെറാബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ് കേട്ടോ.
2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്ന ധാരണ ഏത്? അപ്പോ 2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്ന ഒരു ധാര ഏതാണ്? എവിടെ നിന്ന് എവിടേക്കാണ്? 95 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി അടയാളപ്പെട്ട് ടിക്ക് ചെയ്തോളൂ. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്. ലോക തണ്ണീർത്തട ദിനം നമുക്കറിയാലേ. ലോക തണ്ണീർത്തട ദിനം എന്നാ? ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഓപ്ഷൻ സി. കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം. കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏതാ? അടയാളപ്പെടുത്തിയോ? ഏതു വരും? ഗുജറാത്ത് ആണ് കേട്ടോ, ഗുജറാത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സമയ മേഖലയിൽ പെടാത്ത രാജ്യം. താഴെ കൊടുത്തിരിക്കുന്നവ ഒരേ സമയ മേഖലയിൽ പെടാത്ത രാജ്യം ഏത്? അടയാളപ്പെടുത്തിയോ? ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? എത്യോപ്യ ആണ് കേട്ടോ. ഇതിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം. ഇതിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം ഏതാ? ഓപ്ഷൻ ബി മുംബൈ ആണ്. ഏതാണ്? മുംബൈ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, യൂണിഫോം സിവിൽ കോഡ്, ജസ്റ്റ് ആൻഡ് ഹ്യൂമൻസ് കണ്ടീഷൻ ഓഫ് വർക്ക്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 50, ആർട്ടിക്കിൾ 42, ആർട്ടിക്കിൾ 51, ആർട്ടിക്കിൾ 44. അപ്പൊ ഇത് സെലക്ട് കോഡ് വെച്ചിട്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും? ഒന്ന് കോഡ് ഒന്ന് പൂരിപ്പിച്ച് നോക്കിക്കേ. ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എന്ന് നോക്കിക്കേ. ഇവിടെ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയാലോ. 1 പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഏതിലേക്ക് വരും? 1 ഓപ്ഷൻ ഏതാ? സി അല്ലേ? ആർട്ടിക്കിൾ 51. ഒരുമിച്ച് നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇതിലേക്കൊക്കെയാണ് വരിക? ആർട്ടിക്കിൾ 51 അല്ല, ആർട്ടിക്കിൾ 44. ജസ്റ്റ് ആൻഡ് ഹ്യൂമൻസ് കണ്ടീഷൻ ഓഫ് വർക്ക് ഇതിനകത്തേക്ക് വരും? ഏതാ വരിക? ആർട്ടിക്കിൾ 42 അല്ലേ? അതെ, ആർട്ടിക്കിൾ 42. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 51. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ത്രൂ ദ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ്, which of the provisions of the constitution can be directive principle of state policy, formation of new states, alternation of boundaries and names of executive states? അത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിക്കേ. 9 റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 3 and 4 ആണ് കേട്ടോ. 3 and 4 ആണ്. മാച്ച് ദ ഫോളോയിങ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സോഷ്യോറ്റി, ക്യോ വാറന്റോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത് വരുന്നേ? 10 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. 60ഓളം ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോഡുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ മതി കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.